പരീക്ഷാ ക്രമക്കേടിൽ സർക്കാരിനും PSC നേതൃത്വത്തിനുമെതിരെ പ്രതിഷേധം ശക്തമാക്കി യുവമോർച്ച. റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കാത്ത സാഹചര്യം അംഗീകരിക്കാനാകില്ലെന്ന് യുവമോർച്ച അറിയിച്ചു. PSC ചെയർമാനെയും അംഗങ്ങളെയും പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് PSC ആസ്ഥാനത്ത് യുവമോർച്ച രാപ്പകൽ സമരം ആരംഭിക്കാനിരിക്കുകയാണ്. എന്തായാലും ഈ വാർത്തയുടെ വിവരങ്ങളും പ്രശാന്ത് ശങ്കരമംഗലത്ത് തന്നെ നൽകും. അപ്പോൾ പ്രശാന്ത്, ഈ സർക്കാർ നിയമനം അതെല്ലാം അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിവിധ പോസ്റ്റുകളിലേക്കുള്ള നിയമനങ്ങളെല്ലാം സുതാര്യമാക്കാൻ വേണ്ടി ഉള്ള ഒന്നായിരുന്നു PSC എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രമക്കേടുകളും അഴിമതികളും നിറഞ്ഞ് കുത്തഴിഞ്ഞ ഒരു സംവിധാനം മാത്രമായി ചുരുങ്ങി എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ച ഈ ശമ്പളം ഇത്ര കുത്തനെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ, ഈ ചെയർമാനും മറ്റും ശമ്പളം കുത്തനെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ ഒരു വശത്ത് ഇത്തരത്തിലുള്ള ധൂർത്താണ് സംസ്ഥാന സർക്കാർ നൽകിയത്, അതും ഇത്രത്തോളം സാമ്പത്തിക ഞെരുക്കമുള്ള ഒരു സാഹചര്യത്തിൽ. മറുവശത്ത് അപ്പുറത്ത് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റി അല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങൾ നടത്തി ക്രമക്കേട് നടത്തി ഈ അർഹതപ്പെട്ടവരെ തഴഞ്ഞ് പോകുന്ന ഒരു സമീപനവും ഇപ്പോൾ ആകെ ചേർത്ത് പിടിക്കാൻ നിലവിലുള്ളത് യുവമോർച്ച മാത്രമാണ്. മുൻ സർക്കാർ ഇത്തരത്തിൽ ചെയർമാനും മറ്റും ശമ്പളം വാരിക്കോരി നൽകിയപ്പോൾ ഒരു സർക്കാർ മാറി വന്നു, മാസങ്ങളാകുന്നു. പക്ഷെ അവരുടെ ഒരു ഹണിമൂൺ പീരീഡ് തീർന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇനിയും സമയം വേണം പഠിക്കാൻ എന്ന് പറഞ്ഞ് ഈ ഉദ്യോഗാർത്ഥികളെ അപ്പോഴും അവർ മഴയത്ത് നിർത്തുകയാണ്. അപ്പോൾ PSC ആസ്ഥാനത്ത് നിന്ന് യുവമോർച്ചയുടെ രാപ്പകൽ സമരം ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് യുവമോർച്ച സമര പരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രശാന്ത്? രാഖി ആതിര, ഈ LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ വിഷയത്തിലായാലും ശരി, PSCയിലെ ക്രമക്കേടും തട്ടിപ്പിൻ്റെ വിഷയത്തിലായാലും ശരി, തലസ്ഥാനത്തും അതോടൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായും സമരമുഖത്തുള്ളത് യുവമോർച്ച മാത്രമാണ്. മറ്റൊരു സംഘടനകളെയും ഈ സമരമുഖത്തേക്ക് കണ്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരസ്ഥലത്തേക്ക് അവരുടെ സത്യാഗ്രഹ സ്ഥലത്ത് രാവും പകലും അവർക്ക് കൂട്ടിരുന്നുകൊണ്ട് അവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ സമരങ്ങൾ നടത്തിയതും യുവമോർച്ച തന്നെയാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റ് DYFIയോ പോലെയുള്ള സംഘടനകളെയൊന്നും കണ്ടില്ല എന്നതാണ് നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ആ സമരമുറകൾ ഒരിക്കൽ കൂടി കടുപ്പിക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ PSCക്കെതിരെയും യുവമോർച്ച സമരം ഘടിപ്പിക്കുന്നു. PSC ആസ്ഥാനത്തേക്ക് രാപ്പകൽ സമരം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ചെയർമാനെയും അംഗങ്ങളെയും ഈ MR ബൈജു അടക്കമുള്ള ചെയർമാൻ, അതോടൊപ്പം തന്നെ 15 അംഗങ്ങൾ, ഇതിൽ 3 അംഗങ്ങൾ ഇതിൻ്റെ സംശയത്തിന് നിലയിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ അടക്കം പുറത്താക്കുക, പിരിച്ചുവിടുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യുവമോർച്ച സമരത്തിലേക്ക് വരുന്നത്. അത് PSC ആസ്ഥാനത്ത് രാപ്പകൽ സമരം ആരംഭിക്കും. അതോടൊപ്പം തന്നെ സമരം ശക്തമാക്കുകയും ചെയ്യും. സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ ജില്ലാ PSC കേന്ദ്രങ്ങളിലേക്കെല്ലാം നേരത്തെ സമരങ്ങൾ നടത്തിയിരുന്നു, മാർച്ചുകൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ നടപടിക്കെതിരെ വീണ്ടും സമരം ഒരിക്കൽ കൂടി കടുപ്പിക്കുന്നത്. ഒരു പടി കൂടി കടുപ്പിച്ചുകൊണ്ട് PSC ആസ്ഥാനത്ത് സത്യാഗ്രഹം ഇരുന്നുകൊണ്ട്, രാപ്പകൽ സമരം ഇരുന്നുകൊണ്ട് യുവമോർച്ച സമരം ഘടിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു സർക്കാർ മാറി വന്നിട്ട് പോലും ഈ ക്രമക്കേടുകളും അഴിമതികളും ഒക്കെ കാണിച്ച ആ ചെയർമാനെയും അംഗങ്ങളെയും പിന്തുടരാൻ തന്നെയാണ്, അല്ലെങ്കിൽ അവർക്ക് തുടർന്നും ഇത്തരത്തിൽ ആ സ്ഥാനത്തിരിക്കാൻ തന്നെയുള്ള നിർദ്ദേശങ്ങളാണ് ഈ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവരെ പുറത്താക്കാനോ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ ഒന്നും സംസ്ഥാനത്തെ ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടില്ല. VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം തയ്യാറായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് യുവമോർച്ച പ്രതിഷേധം കടുപ്പിക്കുന്നത്. എന്തായാലും രാപ്പകൽ സമരം 10 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് അത് തുടരുക തന്നെ ചെയ്യും. നേരത്തെ തന്നെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ V മനുപ്രസാദ് പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ ഈ ക്രമക്കേടുകളുമായി അല്ലെങ്കിൽ അഴിമതികളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിനെതിരെയും പ്രശാന്ത്, എന്തായാലും യുവമോർച്ചയുടെ രാപ്പകൽ സമരം ഇന്ന് ആരംഭിക്കും. മറ്റാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ആ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അവരെ ചേർത്ത് പിടിക്കാൻ എന്തായാലും യുവമോർച്ച ഇന്ന് മാത്രമല്ല രാഗി എത്രയോ ദിവസമായി ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.